ഗുഡ് മോർണിംഗ്. കർത്താവ് 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ ഫീഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റൻസ് ഉണ്ട് ബൈബിൾ. അപ്പം അത് ഇൻ കോണ്ടെക്സ്റ്റ് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരാൾ പോലും അതായത് ശിഷ്യന്മാരാണെങ്കിലും കൊള്ളാം, ഈ 5000 പേരാണെങ്കിലും 5000 പുരുഷന്മാരെന്ന്, അപ്പം അവിടെ ഒരുപക്ഷെ സ്ത്രീകളും കുട്ടികളും ഒക്കെ ആയിട്ട് 10,000-20,000 പേര് കാണും. അപ്പം ഇത്രയും പേര് അവിടെ വരുന്നു. ഇവരാരും തന്നെ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കാര്യമാണ് വെറും 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേർക്ക്, 5000 പുരുഷന്മാർക്ക് ഫീഡ് ചെയ്യുക എന്ന് പറയുന്നത് ഇവരാരും എക്സ്പെക്റ്റ് ചെയ്തില്ല. പക്ഷെ കർത്താവിനെ ഇവർ കർത്താവ് അവിടുന്ന് ആൾക്കാരിൽ നിന്നൊക്കെ മാറിപ്പോയിട്ട് ഒരു വിൽഡർനെസ്സിൽ, ഒരു ഡെസേർട്ടഡ് പ്ലേസിൽ, അൺഇൻഹാബിറ്റഡ് ആയിട്ടുള്ളൊരു പ്ലേസിലേക്ക് കർത്താവ് മാറിപ്പോയപ്പോഴത്തേക്ക് ഈ ജനം അറിഞ്ഞിട്ട് അവർ അവിടേക്ക് ഓടി ചെല്ലുവാണ്. ഒരു നിർജ്ജന പ്രദേശത്ത് കർത്താവ് മാറിപ്പോയി നമുക്ക് അവിടെ കർത്താവിനെ അന്വേഷിച്ചിട്ട്, അതായത് ഒരു കർത്താവ് മിശിഹായാണെന്നുള്ളതും പ്രവാചകനാണെന്നുള്ളതെല്ലാം വിശ്വസിച്ചിട്ട് അവിടെ രോഗികളെയും കൊണ്ട്, ഒരു പക്ഷേ കട്ടിലോടുകൂടി രോഗികളെയും കൊണ്ട് അവിടെ പോവുകയും, അപ്പം ഇത്രയേറെ ആൾക്കാർ വരുന്ന കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞിട്ട് അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ എന്ന് കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞിട്ട് അവരെ പഠിപ്പിക്കുന്നു. എഗെയിൻ, ഇടയനില്ലാത്ത ആടുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് ആടുകൾക്ക് ദേ ആർ നോട്ട് ബീങ് ഫെഡ്, ദേ ആർ നോട്ട് ബീങ് ലെഡ്, ദേ ആർ നോട്ട് ബീങ് ടേക്കൻ കെയർ ഓഫ്. അവർക്ക് കഴിക്കാൻ ഒന്നുമില്ല, അവരെ പരിപാലിക്കുന്നില്ല, അവരെ കാട്ടുചെന്നായ്ക്കളോ എല്ലാം തന്നെ കടിച്ചു കയറുന്ന ആ ഒരു അവസ്ഥയിൽ. ഇപ്പം ഈ ജനങ്ങളെ കണ്ടപ്പോഴത്തേക്ക് കർത്താവിന് ആ ഒരു രീതിയിലാണ് അവരെ കണ്ടത്. ഇടയനില്ലാത്ത ആടുകളെ പോലെ അവർ ചെതറിപ്പോയി. അവരോട് മനസ്സലിഞ്ഞിട്ട് അവരെ പഠിപ്പിക്കുകയും അവർക്ക് രോഗങ്ങൾ ഉള്ളവർക്ക് അവിടെ സൗഖ്യം വരുത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ടാണ് ശിഷ്യന്മാർ വന്ന് പറയുന്നത്, ഇത് ഒരു നിർജ്ജന പ്രദേശം, അവരെ പറഞ്ഞു വിടണം, വല്ലതും പോയി കഴിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് വിടുമ്പോഴത്തേക്ക് കർത്താവ് പറയുന്നത്, നിങ്ങൾ അവർക്ക് കഴിക്കാൻ കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് അവർ പറയുന്നുണ്ട്, ഞങ്ങളുടെ ഈ ഒരു ബാലൻ്റെ കയ്യിലൊരു 5 അപ്പവും 2 മീനുമേ ഉള്ളൂ, അത് ഇത്രയും പേർക്ക് എന്തോ ആവും, 200 pence, 200 വെള്ളിക്കാശ് ഉണ്ടെങ്കിൽ പോലും ഇത് തികയത്തില്ല, അതുപോലെ ആൾക്കാരുണ്ട്. ഇപ്പോഴത്തെ കർത്താവ് അത് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് എഗെയിൻ അവിടെ ആരും പ്രതീക്ഷിക്കാത്തൊരു കാര്യം കർത്താവ് അവിടെ അത് ആ 5 അപ്പവും 2 മീനും എടുത്തിട്ട് കർത്താവ് അതിനെ ബ്ലെസ് ചെയ്യുന്നുണ്ട്. അതായത് ഇത്രയും ഉള്ളല്ലോ എന്ന് പറയുമല്ല, എനിക്ക് ഇത്രയേ ഉള്ളൂ, ഇത്രയും ആൾക്കാരുണ്ട്, ഇത്രയും ഉള്ളല്ലോ എന്നുള്ളതല്ല പറയുന്നത്. കർത്താവ് അതിനെ ബ്ലെസ് ചെയ്യും, അതിനുവേണ്ടി നന്ദി പറയുകയും അത് ഡിവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. എഗെയിൻ ഞാൻ പറഞ്ഞു വന്നെന്ന് പറഞ്ഞാൽ കർത്താവ് അവിടെ ദൈവത്തെ പരീക്ഷിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. കർത്താവ് അതിന് വേണ്ടി നന്ദി പറഞ്ഞിട്ട് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക ചെയ്യുന്നു. എങ്കിൽ കർത്താവ് ദൈവത്തിൻ്റെ ഹിതം നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക്, ഈ ആൾക്കാരാണെങ്കിലും ദൈവം അയച്ച് മിശിഹായെ അല്ലെങ്കിൽ ദൈവം അയച്ച പ്രവാചകനെ അന്വേഷിച്ച് അവർ പോകുമ്പോഴത്തേക്ക്, അവർ ദൈവത്തെ മാനിക്കുമ്പോഴത്തേക്ക്, ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കുമ്പോഴത്തേക്ക് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിൻ്റെ അപ്പുറമായിട്ട് ഉള്ളൊരു പ്രൊവിഷൻ ഉണ്ട്. When you are following God's vision for your life, when you are following God's plan for your life, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിൽ അവിടെ ദൈവത്തിൻ്റെ ഒരു പ്രൊവിഷൻ ഉണ്ട്. ഇവരാരും, ഞാൻ പറഞ്ഞ പോലെ, ഇവരാരും തന്നെ ഈ ഒരു കാര്യം അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഹീലിംഗ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണല്ലോ രോഗികളെ കൊണ്ടുവരുന്നത്. അവർ രോഗസൗഖ്യമൊക്കെ കിട്ടി. ശിഷ്യന്മാർ പോലും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കാര്യം, ഇത്രയും 5 അപ്പവും 2 മീനും ഈ ഒരു കുഞ്ഞിൻ്റെ ലഞ്ച് ബോക്സിൽ നിന്ന് ഇത്രയും പേർക്കായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ പോലും ദൈവത്തിൻ്റെ ഒരു പ്രൊവിഷനുണ്ട്. ദൈവത്തിൻ്റെ ഹിതപ്രകാരം ആൾക്കാർ ദൈവത്തെ അന്വേഷിക്കുകയും ദൈവത്തെ മാനിക്കുകയും ദൈവം അയച്ചവനിൽ വിശ്വസിക്കുകയും മാനിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഉള്ളൊരു പ്രൊവിഷനുണ്ട്. സക്കറിയയും എലിസബത്തിൻ്റെ കാര്യം പറയുമ്പോഴാണെങ്കിൽ പോലും അവർ ഒത്തിരിയും പ്രായമായി കഴിഞ്ഞിട്ട് അവർക്ക് യോഹന്നാൻ സ്നാപകൻ കുഞ്ഞ് ഉണ്ടാകുന്നതൊക്കെ ഒത്തിരിയും പ്രായമായിട്ട്. അവിടെയാണെങ്കിലും പറയുന്നത്, അവർ പ്രാർത്ഥിച്ചൊരു കാര്യമാണ്, പക്ഷെ അത്രയും പ്രായമായിട്ട് അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു മാലാഖയെ തന്നെ, ഗബ്രിയേലിനെ തന്നെ വിട്ടിട്ട് പറയുന്നുണ്ട്, നമുക്കൊരു കുഞ്ഞുണ്ടാകും, നിങ്ങളുടെ പ്രാർത്ഥന കേട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പ് അവിടെ പറയുന്നു പറഞ്ഞാൽ സക്കറിയ ഒരു പ്രീസ്റ്റാണ്. സക്കറിയ ആണെങ്കിലും എലിസബത്ത് ആണെങ്കിലും ഇവർ രണ്ടുപേരും നീതിയോടുകൂടി ദൈവത്തെ സെർവ് ചെയ്യുന്നതിലൊക്കെ വളരെ വളരെ ബ്ലെയിംലെസ് ആയിട്ട് ജീവിച്ചിരുന്ന ഒരാൾക്കാരാണ്. അവർ ദൈവത്തെ
സീക്ക് ചെയ്യും. അവർക്ക് ഇങ്ങനൊരു കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരതിൽ പരാതിപ്പെടുവോ ഇങ്ങനൊന്നും ചെയ്യാതെ അവർ ദൈവത്തിൻ്റെ കാര്യങ്ങൾ ആദ്യം ചെയ്തപ്പോഴത്തേക്ക് അവിടെ ഒരു കുറവുണ്ടായിരുന്നതും കൂടെ അവർ പ്രാർത്ഥിച്ചതൊക്കെ അവർ മറന്നുപോയി. കാര്യം ഗബ്രിയേൽ പറയുമ്പോഴാണെങ്കിൽ പോലും സക്രിയ അത് വിശ്വസിക്കുന്ന പോലുമില്ല. പണ്ട് പ്രാർത്ഥിച്ച, പക്ഷെ ഗബ്രിയേൽ വരുമ്പോഴേ തന്നെ പറയുന്നത് എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്നുള്ള രീതിയിലാണ് പറയും. അവർ എക്സ്പെക്ട് ചെയ്യാത്തൊരു സമയത്ത് അവർ എക്സ്പെക്ട് ചെയ്യുന്നതിൻ്റെ അപ്പുറമായിട്ട് അവർ ദൈവത്തെ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ, ദൈവത്തെ സെർവ് ചെയ്യുന്ന പ്രയോറിറ്റൈസ് ചെയ്തപ്പോഴത്തേക്ക് അവിടെ അവർ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ ദൈവത്തിൻ്റെ ഹിതം അവരുടെ ലൈഫിൽ നടക്കും. അടുത്ത 30 വർഷത്തേക്കുള്ള അവരുടെ കുഞ്ഞിൻ്റെ പേര് വരെ നമ്മൾ ഇൻ്റർനെറ്റ് ഒന്നും തപ്പേണ്ട കാര്യമില്ല, ഗൂഗിളൊന്നും നോക്കേണ്ട കാര്യമില്ല, ഈ കുഞ്ഞിൻ്റെ പ്രൊഫഷൻ എന്തുവാന്നുള്ളത്, അവൻ ആരായിരിക്കും എന്നുള്ളത്, ഇതെല്ലാം തന്നെ ദൈവം ഒരു ഏഞ്ചൽ വഴി തന്നെ വിട്ടിട്ട് പറയുവാൻ ചെയ്യും. ദൈവത്തെ സീക്ക് ചെയ്യും, ദൈവത്തെ സെർവ് ചെയ്യുകയും ചെയ്തപ്പോഴത്തേക്ക് അഗെയിൻ എബ്രായർ 11 പറയുന്നത് നമ്മൾ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കാൻ മാത്രമല്ല, ഡിലിജൻ്റായിട്ട് നമ്മൾ ഏറ്റവും ഡിലിജൻസോടുകൂടി ദൈവത്തെ സെർവ് ചെയ്യുമ്പോഴത്തേക്ക്, സീക്ക് ചെയ്യുമ്പോഴത്തേക്ക് ദൈവം പ്രതിഫലം നൽകുന്നൊരു ദൈവം. ഈസ് എ റിവാർഡർ ഓഫ് ദെം ഹു diligently seek him. 303 blessings on the heart. Thank you.